നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ച് മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. CPI അടക്കമുള്ളവരുമായി ഇനിയും ചർച്ച നടത്തും. സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. CPIക്കും JDSനും കാര്യം മനസ്സിലാക്കാത്തത് എന്തെന്ന് അവരോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭൂവറിയിൽ ഒരു തരത്തിലുള്ള വിവാദവും ഭൂവറി മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഒന്നാണ്. എവിടെയൊക്കെയാണോ അതിന് ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും എതിരല്ല. എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം. എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ. ഭൂവറി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം, നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ. പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ്. അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല. ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം. ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ മഴവെള്ള സംഭരണി കാണണം. അപ്പോൾ ചിലരുടെ വാദം അവിടെ അത്ര മഴയിലാണ്, ചെറിയ മഴ മതി നമുക്ക് സംഭരിക്കാനുള്ള എല്ലാ. അവിടെ തന്നെ സംഭരിച്ചിട്ടുണ്ട്, അതിനടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സംഭരിക്കുന്നുണ്ട് മഴവെള്ളം. അതിനേക്കാളൊക്കെ ഇവിടെ ഒരു 10-15 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. അത് സംബന്ധിച്ചുള്ള ധാരണയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഭാഗത്തെയും പ്രശ്നമില്ല. കൃത്യമായി എല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തി, എല്ലാ പരിശോധനയും നടത്തി, എല്ലാ ചർച്ചയും നടത്തി തീരുമാനിക്കുക. കർണാടക സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് സംസാരിക്കുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നത്. കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല. മഴവെള്ളം സംഭരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.